ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിതേ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെണ്ടക്ക മപ്പാസ് ആക്കിയെടുത്താലോ. ആദ്യം വെണ്ടക്ക ഒന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെ വെക്കാം. പിന്നെ ഉള്ളിൻ്റെ കൂടെ വാട്ടിയെടുക്കും ചെയ്യേ. സവാളൻ്റെ കൂടെ ഞാനിപ്പത് ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്നിട്ട് നല്ല നാടൻ വെണ്ടയ്ക്കാണ്. ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഈ വാടി വന്ന വെണ്ടയ്ക്ക നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം വെണ്ടയ്ക്ക എടുത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. കണ്ടോ? ഇത് വേണമെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. കടുക് പൊട്ടിയാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിയാൽ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള വാടി വെച്ചപ്പോൾ 2-3 വെളുത്തുള്ളി ചെറിയ ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ വാടി വരിക. അപ്പം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവും, അതൊക്കെ പൊയ്ക്കോളൂ. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ പച്ചമണമൊക്കെ പോട്ടെ. ഇപ്പോൾ സവാള മുട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിൻ്റെ 1 സവാളയും 2 തക്കാളി. തക്കാളി ഒന്ന് വേവട്ടെ. കാരണം വെണ്ടക്കൊക്കെ വെന്തതല്ലേ, പിന്നെ തക്കാളിയും വേവട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ വെന്തോന്ന് നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ടേബിളാണ്, വലിയ ടീസ്പൂൺ, ടേബിൾ സ്പൂൺ. കുരുമുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. കുരുമുളകിൻ്റെ പൊടി കുറച്ച് ജാസ്തി ഉള്ളത്. പിന്നെ ഉപ്പ് അത് ഓരോരുത്തരും ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഉച്ച കുറഞ്ഞാലും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. മഞ്ഞളിൻ്റെ പൊടി 1 ടീസ്പൂൺ. നമുക്കിതിലേക്ക് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം. ഉണ്ടോ? ഇതിലേക്ക് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വാട്ടി വെച്ച് വെണ്ടക്ക. കണ്ടോ? ഇത് വെണ്ടക്ക വെന്തതാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. മൂടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടക്ക കണ്ടോ? അതിലേക്ക് നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ?
ഇതധികം വെള്ളം ഒഴിക്കാണ്ട് എടുത്ത തേങ്ങാപ്പാലാണ്. നന്നായി പിഴിഞ്ഞെടുത്ത ഫസ്റ്റ് തേങ്ങാപ്പാൽ. ഇതന്നെ മതി, കറി നന്നായി കുറുകി വരും. കണ്ടോ? ഇനി അധികം കത്തിക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. വെണ്ടക്ക മപ്പാസ് റെഡി വന്നിട്ടുണ്ട്. കണ്ടോ? 2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില തൂവാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ നിങ്ങൾ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം. ഓക്കെ, ബൈ. ഇന്നെങ്കിലും എല്ലാം മനസ്സിലാവുള്ളൂ. ഓക്കെ.